വെൽക്കം ബാക്ക്. സംഭവങ്ങൾക്ക് പിന്നിലെ സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്ന, കഥകൾക്ക് പിന്നിലെ കാണാപ്പുറങ്ങളെ പങ്കിടുന്ന, ചരിത്രത്തിന് പിന്നിലെ പശ്ചാത്തലങ്ങളെ അവതരിപ്പിക്കുന്ന ബിസി ടോക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും, നൽകുന്ന എല്ലാ പിന്തുണകൾക്കും ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. കാണാത്ത കഥകളും കേൾക്കാത്ത സംഭവങ്ങളും ബിസി ടോക്കിലൂടെ ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. ഇന്നിതാ പുതിയൊരധ്യായം. മന്ത്രവാദത്തിന്റെ തുടക്കം എവിടെ? മകയിരത്തിന്റെ ബന്ധനം എവിടെ? സപ്തർഷികൾക്ക് സംഭവിച്ചതെന്ത്? ഭൂമിയിൽ ഈ വിധ ദുരാചാരങ്ങളും ദുരാത്മാക്കളും പടർന്നു കയറിയത് എവിടെ നിന്ന്? ഈ ചരിത്ര ഭാഗങ്ങളെ ഒരു പുരാതന ഗ്രന്ഥമായ ഹാനോക്കിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കേൾക്കുന്നു. തീർന്നില്ല. ആ പുസ്തകം നാം എടുത്തിരിക്കുന്നത് സാധാരണ ഹാനോക്കിന്റെ പ്രവചന പുസ്തകത്തെക്കാൾ അതിന്റെ എത്യോപ്യൻ വേർഷനിൽ നിന്നാണ് ഇന്ന് നാം ഈ ഭാഗത്തെ എടുത്തിരിക്കുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാർ, അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ടുപോയ ആ ദൂതന്മാരുടെ ഗണം, ഇവരുടെ പിന്നണിയിൽ സംഭവിച്ച ചരിത്രമെന്തെന്ന് യൂദയുടെ പുസ്തകത്തിൽ 1000 വിശുദ്ധന്മാരുമായി വീണ്ടും യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ അവരെ വിധിക്കേണ്ടതിന് വിശുദ്ധന്മാർക്ക് അധികാരം ലഭിക്കുമെന്നുമൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ചരിത്രത്തിന് പിന്നിലെ ആ പശ്ചാത്തലങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. വെൽക്കം ബാക്ക് ടു ബിസി ടോക്ക്. ഹാബേലിന്റെ മരണശേഷം കയ്യിൻ ശപിക്കപ്പെട്ടവനായി ഉഴന്നുപോയെങ്കിലും ഭൂമിയിൽ ശേത്തിലൂടെ ജനിക്കപ്പെട്ട അനേക സന്തതി പരമ്പരകളും അവന്റെ സഹോദരന്മാരിലൂടെ ജാതരായി തീർന്ന നിരവധി മനുഷ്യ പ്രജകളും നിമിത്തം ഭൂമി സമാധാനപൂർണമായിരുന്ന ഒരു കാലം. ഈ കാലത്ത് ഭൂമിയിൽ സ്ത്രീകൾ അതിസുന്ദരികളായിരുന്നു. ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിക്കപ്പെട്ട സുന്ദരിമാരായ പെൺകൊടികളെ കണ്ടിട്ട് ഭ്രമിച്ചുപോയ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ചരിത്രം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതോടൊപ്പം സംഭവിച്ച കാര്യങ്ങളെ അതിന്റെ 6 മുതലുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ഇന്ന് വിവരിക്കുന്നത്. മനുഷ്യരുടെ പെൺമക്കൾ അതിസുന്ദരികളായതുകൊണ്ട് ദൂതഗണങ്ങളിൽ ചിലർ അത് കണ്ട് ഭ്രമിച്ചു. അവരിൽ ചിലർ ആ സൗന്ദര്യത്തിൽ മയങ്ങി ഇവരെ ഭാര്യമായരായി എടുക്കേണ്ടതിന് ഹെർമോൻ പർവ്വതത്തിൽ വന്നിറങ്ങി. 200ഓളം ദൂതന്മാർ ഒന്നിച്ച് കൂടി നിന്ന് പരസ്പരം ഉഭയസമ്മതം ചെയ്ത് തമ്മിൽ ഒന്നിച്ചു നിൽക്കുവാൻ പ്രതിജ്ഞ ചെയ്ത് സ്വർഗം വെടിഞ്ഞ് സ്ത്രീകളുടെ പെൺകുടികളുടെ സൗന്ദര്യത്തിൽ വശംവദരായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ചരിത്രമാണ് ഈ കഥയ്ക്ക് പിന്നിൽ ഉള്ളത്. ഇങ്ങനെ സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തങ്ങൾ ശാപഗ്രസ്തരാകുമെന്നും എന്നാൽ ആ ശാപഗ്രസ്തമാകുന്ന അന്തരീക്ഷത്തിൽ തമ്മിൽ കലഹിച്ച് ചിതറിച്ചു പോകാതിരിപ്പാൻ ഒന്നിച്ചു നിൽക്കുമെന്നും ഇവർ പ്രതിജ്ഞ ചെയ്തു. അന്നത്തെ പുരാതനമായ ഏറ്റവും ഉന്നതമായിരുന്ന ദൈവത്തിന്റെ ഗിരി എന്ന് വിളിച്ചിരുന്ന ആർഡിസിൽ ഇവർ ഒന്നിച്ചു വന്ന് ഭൂമിയിലേക്ക് പ്രവേശനം ചെയ്തു. ആ ഉന്നതമായ പർവ്വതഗിരിയെയാണ് പിന്നീട് ഹെർമോൻ പർവ്വതമെന്ന് വിളിക്കപ്പെട്ടത്. 200ഓളം ദൂതന്മാർ ദൂതപ്രമുഖനായിരുന്ന സംജാസിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി. അവരിൽ പ്രമുഖരായിരുന്നവർ ചിലരുണ്ട്. റമുവേൽ, ഡാനൽ, സമാറം, അസ്രാം, അസാർ, സാവേൽ, സാർത്താൽ, റവുവേൽ, തമിയേൽ, അക്കിബൽ, ഉറാക്കിബ, റാമേൽ എന്നിങ്ങനെ 14ഓരം ദൂതന്മാർ ഒന്നിച്ച് തങ്ങളോടൊപ്പം നിൽക്കുന്ന 200ഓളം ദൂതന്മാരെ ചേർത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്ത്രീകളുമായി സംബന്ധം ആരംഭിച്ചു. ഇത് തങ്ങൾക്ക് പാപഹേതുവാകുമെന്ന് തങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നതുകൊണ്ട് സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനം പിന്നീട് നിഷേധിക്കപ്പെട്ടു. അവർ സ്വീകരിച്ച ഭാര്യമാരിൽ നിന്ന് അവർക്ക് നിരവധി സന്താനങ്ങൾ ജനിച്ചു. ജനിക്കപ്പെട്ട ഓരോ മനുഷ്യരും അതികായരും ഭീകരരൂപികളും 3000ഓളം അസ്ഥികളുള്ളവരും ആയിരുന്നു എന്നാണ് ഈ ഭാഗത്ത് പറയപ്പെടുന്നത്. അവർക്ക് നിലനിൽപ്പിനു വേണ്ടി അധികം പൊരുതേണ്ടി വന്നു. സ്ത്രീകളുമായി മനുഷ്യരുമായി ഇടപെടുവാൻ ആദ്യം ഇവർ ചെയ്ത കാര്യങ്ങൾ, അവരിൽ ചിലർ അവരെ മന്ത്രങ്ങളും മന്ത്രവാദങ്ങളും പഠിപ്പിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളുടെ വേരുകളും വൃക്ഷങ്ങളുടെ തടികളും മുറിക്കുവാൻ അവരെ പഠിപ്പിച്ചു. പിന്നീട് ഓരോരോ അഭ്യാസങ്ങൾ അവരിൽ നിന്ന് മനുഷ്യർ പഠിച്ചു തുടങ്ങി. അങ്ങനെ അസാസൽ മാനവരാശിയെ വാളുകൊണ്ടും കത്തികൊണ്ടും പരിച കൊണ്ടും ഉപകരണങ്ങൾ കൊണ്ടും ഉപയോഗങ്ങൾ എന്തെന്ന് പഠിപ്പിച്ചു. കോട്ടകളും കൊത്തളങ്ങളും വീടുകളും നിർമ്മിക്കുവാൻ അവൻ അവരെ പഠിപ്പിച്ചു.
റൂജിൻ എന്ന് പറയുന്ന ദൂതൻ ഒരു കാര്യം ചെയ്തു. വളകളും ആഭരണങ്ങളും അവരെ ഉണ്ടാക്കുവാൻ പഠിപ്പിച്ചു. ഈ ദൂതൻ മനുഷ്യന്റെ മുഖത്തെ സൗന്ദര്യപൂർണമാക്കുവാൻ, അതിന്മേൽ വേല ചെയ്യുവാൻ അവരെ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു. ഇങ്ങനെ പുരികം വൃത്തിയാക്കുക, മുഖം സൗന്ദര്യമുള്ളതാക്കുക, ഇതെല്ലാം ആ ദൂതനാണ് അവരെ പഠിപ്പിച്ചത്. മികച്ച കല്ലുകൾ കൊണ്ടും ആകർഷണമായ കളറുള്ള നിറമുള്ള വസ്തുക്കൾ കൊണ്ടും ആഭരണങ്ങൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സമാറക് എന്ന് പറയുന്ന ദൂതൻ മരം വെട്ടാൻ അവരെ പഠിപ്പിക്കുകയും അർമാരോസ് എന്ന ദൂതൻ ആംഗ്യ ഭാഷകൾ മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് സമാറക് ആണ് മനുഷ്യരെ മന്ത്രവാദങ്ങളും പഠിപ്പിച്ചതെന്നാണ് ചരിത്ര ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഇവർ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഖറാബൽ എന്ന് പറയുന്ന ദൂതൻ അവരെ ജ്യോതിഷം പഠിപ്പിച്ചു. കൊക്കബൽ എന്ന് പറയുന്ന ദൂതൻ ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റങ്ങളെ കണ്ടുപിടിക്കാൻ അവരെ പഠിപ്പിച്ചു. തെമൽ എന്ന് പറയുന്ന ദൂതൻ അവരെ ജ്യോതിശാസ്ത്രം പഠിപ്പിച്ചു. അസാദേൽ ചന്ദ്രന്റെ ഗതിയെയും അവരെ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു സമ്മിശ്ര ജാതിയിൽ വല്ലാത്തൊരു ജനത രൂപം കൊണ്ടു. മനുഷ്യർ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ ദൂതന്മാരാൽ ജ്ഞാനം പഠിച്ചതുകൊണ്ട് അവരുമായി അധികം ഇടപെടുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സംഭവിച്ച കാര്യം, ഇവരിങ്ങനെ പെരുകി വരികയാൽ പിന്നീട് ഇവർ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. മനുഷ്യരെ കൊല്ലുവാനും മനുഷ്യരെ ഉപദ്രവിക്കുവാനും അവരുടെ മാംസം തിന്നുവാനും രക്തം കുടിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ മനുഷ്യർ ഈ വിധ ആളുകളുമായി, ഈ ജനിക്കപ്പെട്ട ആളുകളുമായി വേർപെട്ട് അകന്നിരുന്നു. ഈ സമയത്താണ് ഭൂമിയിലേക്ക് ഇവരുടെ മനുഷ്യന്റെ നിലവിളിയും ഈ വിധത്തിലുള്ള രോദനങ്ങളും വേദനകളും കണ്ടിട്ട് ദൈവത്തിന്റെ ദൂതനായ മീഖായേലും ഗബ്രിയേലും ഇറങ്ങി വരുന്നത്. ഈ പുസ്തകത്തിൽ അധികം ദൂതന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൂതാരാധന സർവ്വവ്യാപകമായ എത്യോപ്യർ ഇതിനെ വളരെ പുണ്യമായ ഗ്രന്ഥമായി കരുതുന്നത്. അവർ പറഞ്ഞു, പരസ്പരം തുനിക്കുന്ന ഈ വെല്ലുവിളികളും പരസ്പരം കേൾക്കുന്ന ഈ പോർവിളികളുമൊക്കെ മനുഷ്യന്റെ രോദനം ഈ വിധത്തിൽ ഉണ്ടാകാൻ വിധം ഭൂമി മലീമസപ്പെട്ടുവോ? ദൈവം ഇതിനെ കേട്ടിട്ട് ഇടപെടുവാൻ നിശ്ചയിച്ചു. ഈ വിധത്തിൽ മനുഷ്യർ പാപങ്ങളിലേക്ക് ഇടപെട്ടും ഭൂമിയെ അശുദ്ധമാക്കിയും രാക്ഷസന്മാർ ജനിച്ചത് നിമിത്തം മനുഷ്യർ അസുര സ്വഭാവങ്ങൾ ഉള്ളവരായി തീരുകയും തിന്മയിലേക്കുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യർ വല്ലാതെ മനുഷ്യരോടകന്ന്, ദൈവത്തോടകന്ന് തമ്മിൽ സ്പർദ്ധയുള്ളവരായി മനുഷ്യൻ കലഹിക്കാൻ തുടങ്ങിയപ്പോൾ അർസലാൽ ജൂർ എന്ന് പറയുന്ന ദൂതൻ ദൈവത്തിന്റെ നിയോഗപ്രകാരം ലാമെക്കിന്റെ മകന്റെ അടുത്ത് വന്നിട്ട് അവനോട് സംസാരിച്ചു. ഭൂമിയുടെ വിനാശം അടുത്തിരിക്കുന്നുവെന്നും അതൊരു വെള്ളപ്പൊക്ക നിമിത്തം ഉണ്ടാകുമെന്നും അത് നിന്റെ സന്തതിയുടെ കാലത്ത് സംഭവിക്കുമെന്നും ആ മനുഷ്യൻ ഈ ലാമെക്കിന്റെ മകനെ പ്രബോധിപ്പിച്ചു. പ്രളയത്തെക്കുറിച്ചുള്ള പ്രവചനം പറഞ്ഞ ദൂതൻ അർസലാജൂർ ആണെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇങ്ങനെ ആ ദൂതൻ വന്ന് ഇവരോട്, മനുഷ്യരോട്, ലാമെക്കിന്റെ മകനോട് ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് നോഹയുടെ ജനനം ഉണ്ടാകുന്നത്. ഇതേ സമയത്ത് ഭൂമിയിൽ അധികം വഷളായി ഈ വിധത്തിൽ ദുർവഴികൾ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിച്ച 200ഓളം ദൂതന്മാരെയും അവരുടെ സംഘങ്ങളെയും അവരുടെ അധിപന്മാരെയും ഭൂമിയിൽ റാഫയേൽ ഇറങ്ങി വന്ന് അവരെ ബന്ധിച്ചു. അവരുടെ കണ്ണുകൾ കെട്ടി. അതിനുശേഷം ദൂതയിലെ മരുഭൂമിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അസാസേലിന്റെ കൈയും കാലും കെട്ടി അവന്റെ കണ്ണ് ബന്ധിച്ച് ഒരിക്കലും മുൻവശം കാണുവാൻ കഴിയാതെ, ചുറ്റുപാടുകളെ അറിയാൻ കഴിയാതെ ഇരുട്ടിൽ അന്ധകാരത്തിൽ ഇരുവാനും പരുപരുത്തതും കൂർത്തതുമായ കല്ലുകൾ കൊണ്ട് ആ മരുഭൂമിയുടെ ഗുഹയടയ്ക്കുവാനും അവനോട് അരുളി ചെയ്തു. തീർന്നില്ല, കൂടെയുണ്ടായിരുന്ന ദൂതന്മാരെയൊക്കെ ഒന്നിച്ചു ബന്ധിച്ച് മഹാ അന്ധകാരത്തിന്റെ തടിവറയിൽ അവരെ ഇടുവാൻ ദൈവം ഈ വിധത്തിൽ റാഫയേലിനോട് കൽപ്പിച്ചു. അങ്ങനെ അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൂതവൃന്ദങ്ങൾ അന്ധകാരത്തിന്റെ തടവറയിലായെന്നാണ് ഈ ഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് 500ആയി നിജപ്പെടുത്തി. കുന്നുകളുടെയും ഭൂമിയുടെയും ആയുസ് 7 മുതൽ 70 തലമുറ വരെ നിലനിൽക്കുമെന്ന നിയമവും വന്നു. അവസാന ന്യായവിധി ദിവസത്തിങ്കിൽ അഗ്നിയിലും അഗാധത്തിലും എറിയപ്പെടേണ്ടതിന് അതുവരെ അടയ്ക്കപ്പെട്ട ഈ ദൂതന്മാർ ഭൂമിയെ സർവസ്വം മലീമസമാക്കി. പിന്നീട് നാം കാണുന്ന ചരിത്രം വളരെ രസകരമാണ്. നോഹയുടെ ജനനമുണ്ടാകുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നു.
പറയുവാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ദർശനങ്ങളെ കാണുമ്പോൾ ഹാനോക്ക് ദൈവത്തോടൊപ്പം എന്നാണ് പറയുന്നത്. താൻ കണ്ടത് ഒരു വിശേഷ സ്വപ്നമായിരുന്നു, ദർശനമായിരുന്നു. തന്റെ കണ്ണുകളെ ദൈവം തുറന്നു എന്നാണ് ഹാനോക്ക് ഇതിനു പിന്നിൽ പറയുന്നത്. തന്റെ കണ്ണുകൾ തുറന്നതിനാൽ താൻ അന്നുവരെ കാണാത്ത കാഴ്ചകളും ദർശനങ്ങളും കണ്ടു. ദൈവത്തോടുള്ള സഹവാസങ്ങൾ താൻ കണ്ടു. 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും 4-ാം സ്വർഗവും 5-ാം സ്വർഗവും താൻ ദർശിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പിന്നീടുണ്ടായ ഒരു സംഭവം ജലപ്രളയമാണ്. ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടു. ഈ ജനിതരായിരുന്ന, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ, ഇങ്ങനെ ജനിക്കപ്പെട്ട ഈ അതികായരായ രാക്ഷസരൂപികളായ ഈ മനുഷ്യർ, ജലപ്രളയം വന്നാൽ എന്റെ കണങ്കാലോ ഞങ്ങളുടെ മുട്ടോളമോ മാത്രമേ വെള്ളമെത്തുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അവർ അഹങ്കാരത്തോടുകൂടെ ആ ജലപ്രളയത്തിന്റെ ദൂതിനെ നിരസിച്ചു. അതിന്റെ മുന്നറിയിപ്പുകളെ തിരസ്കരിച്ചു. തന്നിമിത്തം പ്രളയകാലത്ത് അവരെല്ലാവരും നശിച്ചുപോയി. ഒരുവൻ മാത്രമേ അതിൽ നിന്നു രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് ഈ ചരിത്രത്തിന്റെ ഈ രേഖകളിൽ, ഈ കഥകളിൽ നാം വായിക്കുന്നത്. എന്നാൽ ഇക്കാലഘട്ടങ്ങളിൽ ജലപ്രളയത്തോടനുബന്ധമായി ഭൂമിയിൽ നശിക്കപ്പെട്ടു പോയ രാക്ഷസരൂപികളായ ഈ മനുഷ്യരുടെയും മനുഷ്യരുടെയും ദൂതന്മാരുടെയും സംഘങ്ങളായ, സമ്മിശ്രങ്ങളായ ഈ മനുഷ്യർ അതിനുശേഷം ദുരാത്മാക്കളായി ഭൂമിയിൽ അലയുവാൻ തുടങ്ങി. പൈശാചിക ശക്തികൾക്ക് സദാ കൂട്ടുനിൽക്കുന്ന ദുരാത്മാക്കളായി ഇവർ മരണശേഷം ഭൂമിയിൽ അലയുന്നു. മേഘങ്ങളിൽ നിന്ന് വേണമെങ്കിൽ യുദ്ധം ചെയ്യുവാൻ ഇവർക്ക് കരുത്തുണ്ട്. ദാഹമില്ല, വിശപ്പില്ല. നന്മയോട് അവർക്ക് വൈരക്ത്യമാണ്. തിന്മ ചെയ്യുവാൻ അവർക്ക് മടിയില്ല. അദൃശ്യരാണ് അവർ. സ്ത്രീകളെയും പുരുഷന്മാരെയും ചെറുകുഞ്ഞുങ്ങളെയും ഒരുപോലെ വശീകരിക്കും. ഇങ്ങനെ മനുഷ്യരെ വശീകരിച്ച് അവരിൽ കുടികൊണ്ട് തിന്മയുടെ കഥാപാത്രങ്ങളായി അവരെ മാറ്റേണ്ടതിന് ഈ ദുരാത്മാക്കൾക്ക് വ്യത്യസ്തമായ ഒരു ശക്തിയും അനുവാദവും ലഭിച്ചു. ഇതിന്റെ 16-ാം അധ്യായത്തിൽ പറയുന്നത്, രാക്ഷസന്മാരുടെ അല്ലെങ്കിൽ ഈ അതിരൂപികളുടെ മരണത്തിങ്കൽ അവരുടെ മാംസം, അവരുടെ ജഡം ന്യായവിധി കൂടാതെ അഴുകി മണ്ണിൽ ചേർന്നു പോകും. എന്നാൽ വിമോചനം കിട്ടാതെ, വിമുക്തി കിട്ടാതെ ഭൂമിയിൽ ദുശക്തികളായി ഇവരുടെ ആത്മാക്കൾ ന്യായവിധി ദിവസം വരെയും അലഞ്ഞു നടക്കും എന്നാണ്. പണ്ട് സ്വർഗത്തിലായിരുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ ഇവർക്ക് വേണ്ടി കാവൽ മാലാഖമാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരെ ഭൂമിയുടെ സൂക്ഷിപ്പുകാരായിട്ടാണ് ദൈവം നിയമിച്ചത്. എന്നാൽ ഈ ഭൂമിയുടെ സൂക്ഷിപ്പുകാരായിരുന്ന ഈ ദൂതർ സംഘം അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർ ഈ വിധ പാപത്തിലൂടെ കടന്നുപോകുക നിമിത്തം അവർ തങ്ങളെ തന്നെയും മനുഷ്യരെയും അശുദ്ധമാക്കി ന്യായവിധിക്ക് പാത്രരായി ഭൂമിയിൽ ദുഷ്ടത വിധിക്കുക ഉണ്ടായി. താൻ ദർശനത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, ഭൂമിയുടെ സൃഷ്ടിപ്പിന് പിന്നിലെ വളരെ താത്വികമായ ഒരു തന്ത്രമാണ്. ദൈവം 4 കാറ്റുകളുടെ ശക്തി കൊണ്ട് ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നതും അതിന്റെ അടിസ്ഥാനങ്ങളും മൂലക്കല്ലുകളും ഈ കാറ്റുകളാണെന്നും ഈ ഭാഗത്ത് താൻ ദർശനത്തിൽ കാണുന്നുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും സമസ്ത നക്ഷത്രഗതികളെയും ഈ കാറ്റുകളാണ് നിയന്ത്രിക്കുന്നത്. ഭൂമിയുടെ നിയന്ത്രണത്തിന് പിന്നിൽ, ഭൂമിയുടെ ചലനത്തിന് പിന്നിൽ ഈ കാറ്റുകളാണ് എപ്പോഴും ഊർജം പകരുന്നത്. മാലാഖമാർ അദ്ദേഹത്തെ ദർശനത്തിൽ ഭൂമിയുടെ അറ്റത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം 7 കുന്നുകൾ കിഴക്കോട്ടും 3 തെക്കോട്ടും 7 കുന്നുകൾ അവിടെ രാവും പകലും കത്തുന്നത് കണ്ടു. നിറമുള്ള കല്ലുകളും മുത്തുകളുമൊക്കെ പ്രശോഭിക്കുന്ന ഈ മനോഹരമായ ഈ കുന്നുകൾ പോലെ നിൽക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് അതിനെ അടുത്തറിയുവാൻ ദൈവസിംഹാസനത്തിന്റെ പരിസരത്തുകൂടെ ഈ ഹാനോക്ക് സഞ്ചരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഭൂമിക്കപ്പുറമുള്ള ഒരു സ്ഥലത്തെ താൻ അവിടെ കാണുന്നുണ്ട്. അതിനപ്പുറം വെള്ളങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തെയും താണ്ടിയാണ് താൻ ആ ഇടത്തേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ താൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. താൻ കണ്ട കാഴ്ച ഭയങ്കരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എരിയുന്ന വലിയ പർവ്വതങ്ങൾ പോലെ, ആത്മാക്കളെ പോലെയും എപ്പോഴും വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 7 നക്ഷത്രങ്ങൾ. ഇയ്യോബിന്റെ പ്രവചന പുസ്തകത്തിൽ അല്ലെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ, മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന
ഈ ഒരു ഭാഗമുണ്ട്. സപ്തർഷികളുടെ സാന്നിധ്യവും മകയിരത്തിന്റെ ബന്ധനവും നക്ഷത്രഗണങ്ങളെ അഴിഞ്ഞു പോകാതെ വണ്ണം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തത്വവും ഇതിനു പിന്നിലെ ആ ചരിത്രമാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്ന് ലഭ്യമായി തീർന്ന ഈ ഒരു ചിന്തയുടെ പ്രചോദനം കൊണ്ടായിരിക്കാം അവിടെ ആ ഉദ്ധരണി ഉണ്ടായതെന്ന് നമുക്ക് ചിന്തിക്കാം. ദൂതൻ തന്നെ കൊണ്ടുപോകുന്ന ദൂതനോട് ഹാനോക്ക് ചോദിച്ചു, ഇതെന്താണ് സംഭവം? അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഇത് ആകാശത്തിന്റെയും ഭൂമിയുടെയും സമാപന സ്ഥലമാണ്. ഇവിടം കൊണ്ട് ആകാശം തീരുന്നു, ഭൂമിയുടെ അതിരുകൾ തീരുന്നു. ഇവിടെ നക്ഷത്രങ്ങൾക്ക് മീതെ ആകാശത്തിലെ ആതിഥേയർക്കുള്ള ഒരു തടവറയാണ്. അഗ്നിക്ക് മീതെ ഉരുളുന്ന നക്ഷത്രങ്ങൾക്ക് മുമ്പ് ദൈവം കൽപ്പിച്ചിരുന്ന ദൈവകൽപ്പനയെ ഇവർ ലംഘിച്ചതുകൊണ്ട് ഇവരെ 7 പേരെയും ഒരിക്കലും പുറത്തു വരാതെ വണ്ണം ഇവരെ അടച്ചിരിക്കുകയാണ്. ഇവർ ചെയ്ത പാപത്തിന്റെ വൃത്താന്തം അവർ എന്തെന്ന് തുറന്നു പറയുന്നില്ല. പക്ഷെ അവർ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് മാറിപ്പോകാത്ത വിധത്തിൽ ഇവരെ 7 പർവ്വതങ്ങൾ പോലെ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രഹസ്യത്തിന്റെ വർഷത്തിൽ അവരുടെ പാപങ്ങളുടെ നിവർത്തിയെ വിചാരണ ചെയ്യുന്ന ദിവസം വരെയും ഇവർ ഈ വിധത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, പുതിയൊരാകാശവും പുതിയ ഭൂമിയും വരും വരെയും, ഇപ്പോൾ ഉള്ളതോ മാറിപ്പോകും വരെയും, കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും വരെയും, അതേസമയം വെന്തഴിയും വരെയും ഈ കാര്യങ്ങളൊക്കെ ഈ വിധത്തിൽ നിലനിൽക്കുമെന്ന് പറയുന്നതിന് പിന്നിലെ ചരിത്ര ഭാഗങ്ങളും ഈ വിധത്തിൽ തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം കാണുന്നത് ആത്മാക്കളെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന കുറെ ദൂതന്മാരുടെ പേരുവിവരങ്ങളെയാണ്. പിന്നീട് താൻ വീണ്ടും കാണുന്നത് പറുദീസകളെയാണ്. സ്വർഗത്തിന്റെ വിവിധ അറ്റങ്ങളെ താൻ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിധത്തിൽ കിടക്കുന്ന, ബന്ധിതരായി കിടക്കുന്ന മഹാപർവ്വതങ്ങൾ സമമായി തേജോരൂപികളായിരിക്കുന്ന ദൂതന്മാർ. ആ ദൂതന്മാരെ ബന്ധിക്കുമ്പോൾ, ഞാൻ പറഞ്ഞോ എന്ന് ഓർക്കുന്നില്ല, വിട്ടുപോയോ എന്നറിയില്ല, ഈ ദൂതന്മാരെല്ലാം തീ കൊണ്ട് ജ്വലിക്കുക നിമിത്തം ഈ 7 നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഈ ദൂതന്മാർക്ക് തീ കൊണ്ട് ജ്വലിക്കത്തക്ക വിധത്തിൽ അവരെ ചങ്ങലയ്ക്കിടുകയും അവരുടെ ദേഹത്ത് ദൈവം തീ കൊളുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ കാണുന്നത് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇടമാണ്. അവിടെ താൻ കണ്ടത് ഇങ്ങനെയാണ്: മരിച്ചുപോയ ആത്മാക്കൾ അവിടെയുണ്ട്. അവിടെ താൻ ഒരു വലിയ നിലവിളി കേട്ടു. ആ നിലവിളി എന്താണെന്ന് താൻ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ദൂതനോട് ചോദിക്കുമ്പോൾ ആ ദൂതൻ ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമിയിൽ തന്റെ സഹോദരനാൽ കൊല്ലപ്പെട്ട ഹാബേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ നിലവിളിയാണത്. അതിന്നും നിലനിൽക്കുന്നുണ്ട്. മറ്റു കണ്ട എല്ലാ ഇടങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു സ്ഥലമായിരുന്നു അത്. അത് മനോഹരവും ആഴമുള്ളതും വളരെ വിശാലമായതും മിനുസമുള്ളതും ആയ ഒരു സ്ഥലമായിരുന്നു. ഈ കാര്യങ്ങളെ തനിക്ക് വിശദീകരിച്ചു കൊടുത്തത് ദൈവത്തിന്റെ ദൂതനായ റാഫായേൽ ആണെന്നാണ് താൻ പറയുന്നത്. എപ്പിസോഡിന്റെ ദൈർഘ്യം വീണ്ടും നീണ്ടുപോകുന്നത് കൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അഭിചാരത്തിലേക്കും മന്ത്രവാദത്തിലേക്കും മനുഷ്യരെ നടത്തിയ വീണുപോയ ദൂതൻ, അതിനുശേഷം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ ബന്ധിക്കപ്പെട്ടു പോയ ദൂതന്മാർ. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും കേൾക്കാത്ത കഥകളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളും നമുക്കറിയാൻ ആഗ്രഹമുള്ളതുമായ പുതിയ കഥകളുമായി വീണ്ടും എത്തും വരെയും വിസി ടോക്ക് സൈനിങ് ഓഫ്.